Following transaction took place between X and Y during the month of April 2016. Amount payable by X to Y received acceptance of X to Y for 2 months. Bills receivable accepted by Mr. Y on 7/2/2016 is honored on this due date. X sold goods to Y. Invoice date is 10/5/2016. X received check from Y dated 15/5/2016. Y sold goods to X. Invoice dated 15/5/2016. X returned goods sold by Y on 15/4/2016. Bill accepted by Y is dishonored on this due date. You are required to make out account current by product method to be rendered by X to Y as on 30/4/2016, taking interest into account at the rate of 10% per annum, assuming 1 year as 365 days. ഓക്കെ, നമ്മൾക്ക് തന്നിരിക്കുന്നത് കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ദ അക്കൗണ്ട് കറന്റ് ടു ബി റെന്റഡ് ബൈ എക്സ് ടു വൈ, ടു ബി റെന്റഡ് ബൈ എക്സ് ടു വൈ ആണ്. അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ആരാ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇൻ ദ ബുക്സ് ഓഫ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻ ദ ബുക്സ് ഓഫ് എക്സ്. Y in account current with X, interest at the rate of 10% up to 30th April. Date, due date, particulars, amount, number of days, product. In credit side also, date, due date, particulars, amount, number of days, product. ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം എന്താണ്? എമൗണ്ട് പേയബിൾ ബൈ എക്സ് ടു വൈ. എമൗണ്ട് പേയബിൾ ബൈ എക്സ് ടു വൈ നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ആണ്. എമൗണ്ട് പേയബിൾ ബൈ എക്സ് ആകുമ്പോൾ എക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റി ആണ്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. എക്സിനൊരു ലയബിലിറ്റി ഉണ്ട് വൈയോട്. എത്ര എമൗണ്ടിന്റെ ലയബിലിറ്റി ഉണ്ട്? 10,000. April 1. Received acceptance of X to Mr. Y for 2 months. ആക്സെപ്റ്റ് ചെയ്ത ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വൈക്ക് കൊടുത്തു. അപ്പോ എന്താണ്? 2 bills payable. ഡ്യൂ ഡേറ്റ് 2 months ആണ്. 7th April plus 2 months plus 3 days, 10 June. Amount 5,000. Bill receivable accepted by Y on 7/12/2000 is honored on this due date. Bill honor ആവുന്നത് അക്കൗണ്ടിനെ ബാധിക്കുന്നതല്ല, പാർട്ടി അക്കൗണ്ടിനെ ബാധിക്കുന്നതല്ല. ബില്ലിന്റെ പേയ്മെന്റ്, നേരത്തെ തന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പേയ്മെന്റ് അത് ഹോണർ ആവുക എന്ന് പറയുന്നത് അത് പാർട്ടി അക്കൗണ്ടിനെ ബാധിക്കുന്നതല്ല. ഡിസോണർ ആവുകയാണെങ്കിൽ അക്കൗണ്ടിനെ കഴിഞ്ഞു. Then 10th April, X sold to Y. Invoice dated 10 May 2016. 10 May ആണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. To sales 15,000. Next 12th X received check from Y, so by bank in May. Amount 6,000. Next 15th Y sold goods to X, so by purchase. Invoice day May, 15 May. Amount 1,000. Then 20th May, X return goods sold by Y, that is purchase return. Yയുടെ കയ്യിൽ നമ്മൾ വാങ്ങിയത് റിട്ടേൺ ചെയ്യാണ്. പർച്ചേസ് റിട്ടേൺ എന്ന് വാങ്ങിയത് എന്നായിരുന്നു അതിന്റെ ഡ്യൂ ഡേറ്റ്? സോൾഡ് ബൈ 15/4 വാങ്ങിയതിന്റെ ഡ്യൂ ഡേറ്റ് ആയിരുന്നു. 15/4 നമ്മൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ ഡ്യൂ ഡേറ്റ് 15/5 ആയിരുന്നു അല്ലെ? അപ്പോൾ 15 May എന്നല്ലേ ഇടണ്ടേ? Accepted by Y is dishonored on this due date. Y ആക്സെപ്റ്റ് ചെയ്ത ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയി. അപ്പൊ ഡിസോണർ ആക്കിയ പാർട്ടിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു 20th April. ഡിസോണർ ആക്കിയ പാർട്ടിയെ ഡെബിറ്റ് ചെയ്യുന്നു. 2 bills receivable. Amount that is 5,000. This was 1,000. കഴിഞ്ഞു. ഇത്രയാണ് ഇതിന്റെ പോസ്റ്റിംഗ്. ഇനി നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം.
നമ്പർ ഓഫ് ഡേയ്സ്, ഓരോ ഡ്യൂ ഡേറ്റിലുള്ള നമ്പർ ഓഫ് ഡേയ്സ് എത്രയുണ്ട് നോക്കണം. അപ് ടു ദ ഡേറ്റ്സ് ദ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. വേരിയസ് ഡ്യൂ ഡേറ്റ്സ്, വേരിയസ് ഡ്യൂ ഡേറ്റ്സ്. ഇപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വരെയുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് 30th ഏപ്രിൽ വരെയുള്ള അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. 30th ഏപ്രിൽ വരെയുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് 30th ഏപ്രിൽ വരെയാണ്. പക്ഷെ ചില ഡ്യൂ ഡേറ്റ്സുകൾ ഏപ്രിലിന് ശേഷം വരുന്ന ഡ്യൂ ഡേറ്റ്സുകൾ ഉണ്ട്. ഏപ്രിലിന് ശേഷം വരുന്ന ഡ്യൂ ഡേറ്റ്സുകൾ ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകിൽ നെഗറ്റീവ് ആക്കി കാണിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാം. രണ്ട് ട്രീറ്റ്മെന്റും ഓക്കെയാണ്. ഒന്നുകിൽ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കാണിക്കാം. രണ്ടും മെത്തേഡും അലൗഡ് ആണ്. അതുകൊണ്ട് അതിനെ റെഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ 10th ജൂൺ ആണ്. 10th ജൂൺ എന്ന് പറഞ്ഞാൽ 30th ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. ഏപ്രിൽ കഴിഞ്ഞു ദിവസവും, മെയ്യിലെ 31 ദിവസവും ജൂണിലെ 10 ദിവസവും. മെയ്യിലെ 31ഉം ജൂണിലെ 10ഉം. അപ്പൊ -41, -41. 10th മെയ് ആവുമ്പോ -10. 15 മെയ് ആവുമ്പോ -15. 20th ഏപ്രിൽ ആവുമ്പോ പോസിറ്റീവ് ആണ്, 10 പോസിറ്റീവ്. 20th ഏപ്രിൽ ടു 30th ഏപ്രിൽ 10 ദിവസം ഉണ്ട്. ഇനി ഇവിടെ 1st ഏപ്രിൽ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഈ ദിവസം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഈ ദിവസം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോ മൊത്തം 30 ഡേയ്സ്. 15 മെയ് ആവുമ്പോ -15. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. നമ്മൾ ഏത് സൈഡാ കൂടുതൽ ആദ്യം നോക്കണം. ആണ് ഈ സൈഡിൽ വരുന്നത് -3,20,000 ആണ്. 3,20,000 നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ്സ് ആണ് കൂടുതൽ, അതുകൊണ്ട് 3,20,000 നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഉള്ള ഏതെങ്കിലും സൈഡ് ഉണ്ടോ നോക്കട്ടെ. ഈ സൈഡ് ഇവിടെ പോസിറ്റീവ് ആണ്. 97,500 ആണ്. 97,500 ആണ് ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഞാനിവിടെ 97,500 ആഡ് ചെയ്തിടട്ടെ. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരുന്നു. 97,500 ആണ്. ഈ സൈഡിലാണ് കൂടുതൽ പോസിറ്റീവ് ഉള്ളത്. ഇതൊക്കെ നെഗറ്റീവ് ആണ് അധികം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് 3,20,000 നെഗറ്റീവ് ആണ്. ഈ സൈഡിൽ 97,500 പോസിറ്റീവ് ആണ്. ഇപ്പൊ 97,500 പോസിറ്റീവ് അവിടെ എഴുതി. ആ പോസിറ്റീവ് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു. 97,500 ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു. ഇനി നമ്മള് ഇത് 97,500ഉം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയുണ്ട് നോക്കണം. ഓക്കെ, 97,500 മൈനസ് സം ഓഫ് 4,17,500 ഇടും. ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് 4,17,500. 30th ഏപ്രിൽ ബൈ ഇൻട്രസ്റ്റ്. By interest 4,17,500 into 10% ആണ് interest divided by 365. 4,17,500 into 10% divided by 365. 114.38 ആണ് interest വരുന്നത്. 114.38 interest. ഈ സൈഡിൽ ടോട്ടൽ 26,000 വരുന്നുണ്ട്. ഈ സൈഡിൽ 23,614 ആണ്. അപ്പോ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. ദാറ്റ് ഈസ് 26,000. ആ ടോട്ടൽ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു. 26,000 ബാലൻസ് 26,000 മൈനസ് സം ഓഫ് എല്ലാം മൈനസ് ചെയ്യാം. 2385.62 ആണ്. ഇതിനാണ് റെഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.